Watch India's largest kids library only on Jio Hotstar. Download the app now. കേക്കു ചേട്ടാ, എന്താണ് കാര്യം? പറഞ്ഞോളൂ. ചേട്ടാ നിങ്ങൾക്ക് എന്താ ഒരു 20,000 രൂപയ്ക്ക് എന്റെ വീട് വാങ്ങാൻ പറ്റുമോ? കാരണം എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് അർജന്റായിട്ട് എന്റെ മോനെ കാണാൻ ഒന്ന് അമേരിക്ക വരെ ഒന്ന് പോണം. എന്റെ കയ്യിലാണെങ്കിൽ ടിക്കറ്റ് വാങ്ങാൻ പോലുള്ള പൈസ പോലും ഇല്ല. വസ്ത്രം കണ്ടിട്ട് നല്ല കുടുംബത്തിലെ ആളാന്ന് തോന്നല്ലോ. നിങ്ങളുടെ വീട് എവിടെയാണുള്ളത്? നിങ്ങൾ എന്താണ് പറയുന്നത് വലിയേട്ടാ? വെറും 3000 രൂപയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ യാചിക്കുന്നത്? കോടീശ്വരനായ നിങ്ങളാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു ഫാൻസി ഡ്രസ്സുകാരന്റെ വേഷമിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ കറയും തിരിയുന്നതെന്ന്. അല്ല, ഇത് ഒരു പേരിനുള്ളൊരു കോട്ട മാത്രം. രാജകുടുംബങ്ങളുടെ കഥ ഒരു പഴയകാല കഥയല്ലേ. ഇപ്പൊ വല്ല ഇൻകം ഉണ്ടോ? അതുമില്ല. സർക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു സഹായം ഇട്ടും ചെയ്യാറില്ല. ഇപ്പൊ ഈ കോട്ട എന്നെ സംബന്ധിച്ച് ഒരു വെള്ളാനയാണ്, ശരിക്കും ഒരു വെള്ളാന തന്നെ. ഇതൊന്ന് വിറ്റ് കിട്ടിയാ എന്റെ മോന്റെ അടുത്ത് എങ്ങനെങ്കിലും എനിക്ക് അമേരിക്കയിലേക്കൊന്ന് പോകാമായിരുന്നു. ഇപ്പോഴാണ് ടിക്കറ്റിന് കുറച്ച് ഡിസ്കൗണ്ടും ഉണ്ട്. അത്ര ഇപ്പൊ നിങ്ങൾ പറയോടെ ഞാൻ നിങ്ങളുടെ മോനുമായിട്ട് സംസാരിക്കാമെന്നേ. നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റിന്റെ കാശ് ഇങ്ങോട്ട് അയച്ചു തരാൻ. അങ്ങനെയാവും ഇത് വിൽക്കണ്ടല്ലോ. വേണ്ട, അത് വേണ്ട. ഞാൻ ഈ കോട്ട അങ്ങോട്ട് വിൽക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പൊ നീ എനിക്കൊരു 20,000 രൂപ ഇങ്ങോട്ട് തന്നെന്ന് വെച്ചോ, ഈ കോട്ട നിന്റേതായി മാറും. രാജാവേ, ഞാൻ നിങ്ങളുടെ ഈ കൊട്ടാരം വാങ്ങിക്കാൻ എപ്പോഴേ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ഡീൽ പക്കയായി. എനിക്കൊരു 20,000 രൂപ ഇങ്ങോട്ട് തന്നോളൂ. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പായിട്ട് ഉറപ്പ്. ഞാൻ പൈസയുമായിട്ട് ഉടൻ തന്നെ വന്നേക്കാം. അതേ പത്തലു, സൈഡിൽ മാറി നിൽക്ക്, സൈഡിൽ മാറി നിൽക്ക്. എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നേ? പൈസ എന്തിനാ എടുക്കുന്നേ? മോട്ടു, എന്റെ മോട്ടു, അത് വാടക കൊടുക്കാനുള്ള പൈസയാണ്. മോട്ടു, എന്റെ മോട്ടു, ഇത്രയും പൈസ എടുത്ത് നീ കുതിരയെ പോലെ ഓടി പോകുന്നത് എവിടേക്കാണ്? സർപ്രൈസ് ആണ് പത്തലു. കുതിരയെ പോലെ മാത്രമല്ല പത്തലു, അതിന്റെ പുറത്ത് കയറി തിരിച്ചു വരുന്നത് കണ്ടോ? എന്റെ പൊന്നു രാജാവേ, ഇന്നാ വാങ്ങിച്ചോളൂ. മുഴുവനായിട്ട് 20,000 രൂപയുണ്ട്. വളരെ അധികം നന്ദിയുണ്ട്. ഇന്നാ പിടിച്ചോ ഈ കോട്ടയുടെ ഡോക്യുമെന്റ്സ്. ഇന്ന് മുതൽ ഈ കോട്ട നിന്റേതായി മാറിയിരിക്കുന്നു. പൊളിച്ചേ! എന്റെ സ്വന്തം കൊട്ടാരം, എന്റെ മാത്രം സ്വന്തം കൊട്ടാരം. അല്ല, എന്താ ഇത് മോട്ടു? കാറ്റ് പോലെ നീ വീട്ടിലേക്ക് വന്നു, പൈസ എടുത്തു, എന്നിട്ട് നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. എന്താ കാര്യം എന്ന് പറ. എന്റെ പത്തലു, അതൊന്നും അല്ല, അതൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്, ആ ബംഗ്ലാവ്, ആ കോട്ട ഞാൻ വെറും 20,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. എന്ത്? 20,000 രൂപയ്ക്ക് ഒരു കോട്ട വാങ്ങിച്ചെന്നോ? എന്റെ മോട്ടു, ഇതെന്താ നമ്മൾ വല്ല സ്വപ്നം കാണുകയാണോ? അല്ലല്ല, ഇത് സ്വപ്നമൊന്നും അല്ല പത്തലു. വെറും 20,000 രൂപയ്ക്ക്, വെറും 20,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് പത്തലു. ഇനി കണ്ണടച്ചോളൂ, എന്നിട്ട് നടക്കൂ. നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഗൃഹപ്രവേശം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെ വ്യാജൻ രാജാവ് ചതിച്ചെന്ന്. ആ കോട്ട തരാന്ന് പറഞ്ഞ് ചതിച്ചു അല്ലേ? നിങ്ങൾക്ക് പോന്നു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ മുഴുവനായിട്ട് 20,000 രൂപയാണ് കൊടുത്ത് വാങ്ങിച്ചത്. അതിനയാള് രാജാവും മന്ത്രിയും ഒന്നും അല്ലെന്നേ. അയാളൊരു പഠിച്ച കള്ളനാണ്. അയാൾ ഇങ്ങനെ തന്നെ നല്ല ശുദ്ധരായ മനുഷ്യരെ കണ്ട് അയാളുടെ കള്ളത്തിനൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കണ്ണി കാണുന്ന കോട്ടകളൊക്കെ വിറ്റോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയണത് വിശ്വാസമാണില്ലെങ്കിൽ ഇതേ ആ പടന്മാരോട് ചോദിച്ചു നോക്കൂ. അതെ വലിയേട്ട, ഒന്ന് നിൽക്കുവോ?
ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജാവ് ജനങ്ങളെയൊക്കെ പറ്റിച്ച് കൊട്ടാരം വിൽക്കാറുണ്ടായിരുന്നോ? ആ അത് കാരണം രാജാവ് ഒരുപാട് കഷ്ടത്തിലായിരുന്നു അറിയാമോ? ദിവസവും കോട്ടയുടെ ഉടമസ്ഥര് ഞങ്ങളാണെന്നും പറഞ്ഞ് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ അതിനുവേണ്ടി ഇവിടെ കാവൽ നിൽക്കുകയാ, മനസ്സിലായോ? മതി, ഒരേ ഒരു പ്രാവശ്യം അവരെന്റെ കയ്യിൽ അകപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ നോക്കിക്കോ. എന്ത് ഡ്യൂപ്ലിക്കേറ്റ് രാജാവോ? പത്തലു, എന്റെ 20,000 രൂപ പോയേ. അത് പോയില്ലേ? രാത്രി മുഴുവനും കിടന്ന് സ്വപ്നം കണ്ടിട്ട് അത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ദേ കാശ് കൊണ്ടുപോയി കളഞ്ഞിരിക്കുക. വീട്ടിലേക്ക് വാ. ഞാനവനെ വെറുതെ വിടൂല, ഞാനവനെ വെറുതെ വിടൂല. പത്തലു, ആ കള്ളൻ എന്നെ പറ്റിച്ചു കളഞ്ഞു. നമ്മുടെ കയ്യിൽ പാല് മാത്രം ഉള്ളെങ്കിൽ കൂടെ അത് വിശക്കുന്ന സമയത്ത് എടുത്ത് കുടിക്കണം, എങ്കിലേ വിശപ്പ് മാറൂ. നീ ഒരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ല. നീ എടുത്തു ചാടി എന്തൊക്കെയോ ചെയ്തു. ഇനി പോയതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട, മനസ്സിലായോ മോട്ടു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കും പത്തലു. ഓഹോ, ശരി ശരി, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആ കള്ളൻ നിന്നെ കോട്ട കാണിച്ച് കാശ് വാങ്ങി പറ്റിച്ചില്ലേ, അതിന് നമ്മൾ അവന് നല്ലൊരു പണി കൊടുക്കണം. പിന്നെ ആ രാജാവായി വന്ന കള്ളനുണ്ടല്ലോ, ആരെയും പറ്റിക്കാൻ പാടില്ല. വാ. ശരിക്കും വാശി പിടിച്ചവന്മാരാണല്ലോ ഇവന്മാർ രണ്ടുപേരും. 2 പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടു, എന്നാലും പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. മോട്ടുവാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. മോട്ടു ഡയമണ്ട്, ഇത് ഡയമണ്ട് ആണ്. ഡയമണ്ട് കിട്ടിയേ. അല്ല, അമ്മാതിരി സാധനം എന്താ ഇവന്മാർക്ക് കിട്ടിയേ? ഒന്ന് സൂം ചെയ്ത് നോക്കിയേക്കാം. എന്റെ അമ്മച്ചി, ഇത് വൈരമാണല്ലോ. ഞാൻ ഇത്രയും നാള് കോട്ടയം കുടിലും ഒക്കെ വെച്ചോണ്ട് നടക്കുകയായിരുന്നു. ഇവിടെയാണെങ്കിൽ വൈരത്തിന്റെ കരിയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷെ ഈ ഭൂമി എന്റേതായിരുന്നെങ്കിൽ ഈ വൈരം എല്ലാം എന്റേതായനെ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമല്ലോ ഇപ്പം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്യുന്ന ജോലി കണ്ടാൽ തോന്നുന്നത് അവിടെ ഏതോ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനാണെങ്കിൽ ഒരു പാവപ്പെട്ട ഫൈനാൻസറാണ്. കൺസ്ട്രക്ഷനായി സംബന്ധപ്പെട്ട പ്രോജക്ട്സ് ഒക്കെ ഞാൻ ഫൈനാൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീസണബിൾ റേറ്റിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഞാൻ ചെയ്തു തന്നേക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഒരു ഫൈനാൻസറുടെ ആവശ്യമില്ലെന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോട്ടോ, ഈ ഡയമണ്ട് ഒക്കെ കൈകൊണ്ട് മാത്രം കുഴിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അതിനൊക്കെ വലിയ വലിയ മിഷൻ വേണം. മാത്രമല്ല വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് പൈസയും കൊടുക്കണ്ടേ. ഒരു ഫൈനാൻസർ വന്നെന്ന് വെച്ച് നിനക്ക് എന്താ പ്രശ്നം? കുറച്ച് പൈസയൊക്കെ അദ്ദേഹവും തരില്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ വളരെ ശരിയാണ് പറയണേ. പാർട്ട്ണർഷിപ്പ് ആയാലോ, 50-50%. ഓക്കെ എങ്കിൽ ശരി. 25% നിങ്ങൾക്കും പിന്നെ 75% ഞങ്ങൾക്കും. സമ്മതമാണെങ്കിൽ വന്നിട്ട് അഗ്രിമെന്റിൽ സൈൻ ചെയ്തോളൂ. സമ്മതമാണ്. ഞങ്ങൾക്ക് അഡ്വാൻസ് പൈസ തരൂ. മെഷീൻ വാങ്ങണം, പിന്നെ ലേബേഴ്സിന് പൈസയും കൊടുക്കണ്ടേ. Done. എങ്കിൽ ശരി, ഇന്നാ പണം. എന്നിട്ട് നാളെ കാലത്ത് ജോലി അങ്ങോട്ട് തുടങ്ങിയേക്കും. ഇന്നാ നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ. അല്ല, നിങ്ങൾ എന്താ ചെയ്യണേ? ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ പൈസ വിതരണം ചെയ്യണോ? പൈസ പിന്നെ കൊടുക്കാനുള്ളതല്ലേ. നീ ഇവരടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ പൈസയൊക്കെ തന്നെയാണ് ഞാനിപ്പോ ഇവർക്കൊക്കെ കൊടുത്തത്. അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്നെ പറ്റി എല്ലാം മനസ്സിലായി കഴിഞ്ഞു? ആ, മനസ്സിലായെന്നേ. പിന്നെ ഇവരൊക്കെ അവര് തന്ന പൈസയെക്കാളും കുറച്ച് കൂടുതൽ മേടിച്ചു, അത്രേ ഉള്ളൂ. വരൂ കൂട്ടുകാരെ. ആരുടെ പൈസയാണോ നീ അടിച്ചെടുത്തത്? അവരുടെ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളൊരു കളി കളിച്ചതാ.
എല്ലാവരും നിൽക്കൂ. ആദ്യം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഇവനെ ഇടിക്കട്ടെ. ഇവൻ നമ്മളെ എല്ലാവരെയും വിട്ടുകളാക്കുകയായിരുന്നില്ലേ? ഓഹോ, അത് ശരി. അപ്പൊ നീ വലിയ ശക്തിമാനെന്നാണോ ധരിച്ചിരിക്കണേ? വാ വാ, എന്നെ ഒന്ന് ഇടിച്ചു കാണിച്ചേ, നോക്കട്ടെ നിന്റെ കയ്യിൽ എത്രമാത്രം ശക്തി ഉണ്ടെന്ന്. എടാ കള്ള ഹിമാറ, നീ എന്തിനാ സൈഡിലോട്ട് മാറിക്കളഞ്ഞത്? ഓഹോ, അപ്പൊ സൈഡിലേക്ക് മാറണ്ടായിരുന്നു. ഇതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ വാ. ഈ തവണ ഞാൻ മാറില്ല കേട്ടോ. കയ്യില് പരിക്കേറ്റെങ്കിൽ തലകൂടി ഇടിക്കുക, നോക്കട്ടെ എത്രമാത്രം ശക്തി ഉണ്ടെന്ന്. എന്റെ തല. അപ്പൊ കഴിഞ്ഞില്ലേ നിങ്ങളുടെ എല്ലാ വീറും വാശിയും ഒക്കെ? കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും വാ. ഇപ്പൊ തലയിൽ പരിക്കേറ്റെങ്കിൽ വിഷമിക്കണ്ട, കാലുകൊണ്ടടിക്കുക. അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് മനസ്സിലായോ? അവൻ നിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ പറ്റിക്കുകയാണ്. സോറി, ഞാൻ ഓരോ പ്രാവശ്യവും ഇവന്റെ വാക്കുകളിൽ വിശ്വസിച്ചു പോകുന്നു. ഇനി ഞാൻ കണ്ടോളാം ഇവനെ. ഓ, അയ്യോ, എന്നെ ഒന്ന് നിലത്ത് നിർത്തേ. എന്നെ ഇങ്ങനെ നിലത്തിടാതെ എന്തിനാ അടിക്കണേ? ഹലോ ചിങ്കം സാർ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. ഞാനാണ് കൊള്ളക്കാരൻ, ഞാനാണ് എല്ലാം മോഷിച്ചത്. എന്നെ ലോക്കപ്പിൽ പിടിച്ചിട്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ചാലാ സിംഗ് അലമ്പ് വേലയൊന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ജയിലിലേക്ക് പോകാം. ചിങ്കം സാറ് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ തന്നെ വിറ്റുകളയും കേട്ടോ. Watch India's largest kids library only on Geo Hotstar. Download the app now.